എയർ ഇന്ത്യ എക്സ്പ്രസ് സമരത്തിൽ തിരുവനന്തപുരം കരമന സ്വദേശി അമൃതയ്ക്ക് നഷ്ടമായത് ഭർത്താവിനെ ഒരു നോക്ക് കാണണമെന്ന അവസാന ആഗ്രഹം. ഹൃദയാഘാതത്തെ തുടർന്ന് മസ്കറ്റിൽ ചികിത്സയിലായിരുന്ന ഭർത്താവ് നമ്പി രാജേഷ് ഇന്നലെയാണ് മരിച്ചത്. മസ്കറ്റിലേക്ക് പോകാൻ എയർ ഇന്ത്യ എക്സ്പ്രസിലായിരുന്നു അമൃത ടിക്കറ്റ് എടുത്തത്. വിമാനം റദ്ദാക്കിയതോടെയാണ് അമൃതയുടെ യാത്ര മുടങ്ങിയത്. ഞങ്ങൾ കാല് പിടിച്ച് ഏതെങ്കിലും ഒരു ഫ്ലൈറ്റിൽ അല്ലെങ്കിൽ മോളെങ്കിലും പറഞ്ഞു വിട്ടാൽ മതി, അതൊന്ന് ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അത്രയും കിടന്ന് കരഞ്ഞ് വിളിച്ചത്. കരമന നെടുങ്കാട് സ്വദേശിയായ രാജേഷ് മസ്കറ്റിലെ ഇന്ത്യൻ സ്കൂളിൽ IT മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു. ഇതിനിടെയാണ് മസ്കറ്റിൽ വെച്ച് രാജേഷിന് ഹൃദയാഘാതം സംഭവിച്ചത്. സുഹൃത്തുക്കൾ ചേർന്ന് ആശുപത്രിയിലെത്തിച്ച് വീട്ടുകാരെ വിവരമറിയിച്ചു. ഉടൻ ഭർത്താവിൻ്റെ അടുത്തെത്താനാണ് ഭാര്യ അമൃതയും അമ്മയും തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിൽ 8-ാം തീയതി ടിക്കറ്റ് എടുത്തത്. എന്നാൽ മിന്നൽ പണിമുടക്ക് കാരണം യാത്ര മുടങ്ങി. 7 ദിവസം കഴിഞ്ഞുള്ള ടിക്കറ്റ് നൽകാമെന്നായിരുന്നു എയർ ഇന്ത്യ ജീവനക്കാർ അമൃതയെ അറിയിച്ചത്. ആവശ്യമറിയിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്തതോടെ തൊട്ടടുത്ത ദിവസത്തെ ടിക്കറ്റ് അമൃതയ്ക്ക് നൽകി. എന്നാൽ ആ ദിവസത്തെയും വിമാനം റദ്ദാക്കി. ഇതോടെയാണ് അമൃതയ്ക്ക് ഭർത്താവിനെ അവസാനമായി കാണാൻ കഴിയാതായത്. ഞങ്ങൾ കാല് പിടിച്ച് ഏതെങ്കിലും ഒരു ഫ്ലൈറ്റിൽ അല്ലെങ്കിൽ മോളെങ്കിലും പറഞ്ഞു വിട്ടാൽ മതി, അതൊന്ന് ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അത്രയും കിടന്ന് കരഞ്ഞ് വിളിച്ചത്. തൊട്ടടുത്ത് ആദ്യം പറഞ്ഞു 14-ാം തീയതി, പിന്നെ പറഞ്ഞു 17-ാം തീയതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല മോള് ഭയങ്കര ബഹളം ഉണ്ടെങ്കിൽ പറ്റത്തില്ല, ഞാൻ സീരിയസ് ആയിട്ട് കിടക്കണം, എനിക്കൊന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. തൊട്ടടുത്ത് നമ്മളെ വാഗെട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ദിവസത്തിന് ടിക്കറ്റ് തന്നിട്ട് പറഞ്ഞു ഇതിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ പോയി ഞങ്ങൾ 5 മണിക്ക് എയർപോർട്ടിൽ പോയപ്പോൾ അപ്പോഴും പറയുന്നുണ്ട്. അവിടെ എയർപോർട്ട് മാനേജർ വന്ന് പറഞ്ഞു, എയർലൈൻസിൻ്റെ മാനേജർ വന്ന് പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലൈറ്റ് പോകാത്തതുകൊണ്ടാണെന്നും പറഞ്ഞ് നമ്മളെ കൈയൊഴിഞ്ഞു. ഇന്നലെ രാത്രിയാണ് മരണവിവരം സുഹൃത്തുക്കൾ വീട്ടുകാരെ അറിയിച്ചത്. അനിക, നമ്പി, ശൈലേഷ് എന്നീ കൊച്ചുകുട്ടികളാണ് അമൃതയ്ക്കും രാജേഷിനുമുള്ളത്. PRS നഴ്സിംഗ് കോളേജിൽ BSc നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് അമൃത. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, 4 ദിവസവും എല്ലാ ഫ്ലൈറ്റും ഫുള്ളാന്നാ പറഞ്ഞു. ആ സമയത്ത് ഭർത്താവിനെ വിളിച്ചിരുന്നു, സംസാരിക്കുകയൊക്കെ വിളിച്ചിരുന്നു. വരാൻ പറ്റുമെങ്കിൽ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. മേജർ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു, അങ്ങനെ എത്തിച്ചത്. നാളെ രാവിലെ 8 മണിയോടെ മസ്കറ്റിൽ നിന്നും മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.